വിവാഹം എന്ന് പറയുന്നത് സാഹസമാണോ അല്ലയോ? വിവാഹം എന്ന് പറയുന്നത് സാഹസവുമാണ് അല്ലയോ? ഒരു മിനിറ്റ്, ഒന്നുമില്ല. ആ വർഷം പോകുന്ന നോക്കി, ആ വർഷം പോകുന്ന നോക്കി. അതിന് വേറെ ഐഡിയ ഉണ്ട്. തലസ്ഥാനം ഏതാ പടം? തിരിച്ചവിടെ വെച്ചാ അത് മാറ്റിക്കോ. അതൊന്നുമില്ല, ചുമ്മാ നക്കിയുള്ളൂ. പിന്നെ ഞാനത് വിഴുങ്ങണോ? വിവാഹം എന്നുള്ളത് സാഹസമാണ്. വിവാഹം ചെയ്യരുത്, സാഹസമാവരുത്. ഇതിന് രണ്ട് ഒപ്പീനിയൻ ഇല്ല. ഇത് തന്നെ ഞാൻ പറയാം, വിവാഹം സാഹസമൊന്നുമല്ല. സൊല്യൂഷനുള്ള ഒന്നും സാഹസമല്ല. ഡിവോഴ്സ് ചെയ്യാലോ. അല്ല, എന്റെ കല്യാണം കഴിക്കരുത്. വൈ? ഇല്ലല്ല, ചുമ്മാ എന്റെ അഭിപ്രായം ഇവൻ കല്യാണം കഴിക്കുന്നത്. റംസാൻ വേഴ്സസ് ഹരി, BBC വേഴ്സസ് സ്റ്റേറ്റ്. ആര്യര് ഭാനു സൈലൻസ്. അവര് പറയും നമ്മൾ കോമ്പറ്റീറ്റീവ് ആണെന്ന്. ശിക്കാരി ശംഭു, പീതാംബര സാറ്, തോരപ്പൻ കുത്തുണ്ണി. എന്തുകൊണ്ടാണ് കല്യാണം എന്ന് പറയുമ്പോ നിങ്ങൾ മറ്റേ നല്ല ഹസ്ബൻഡ് മാത്രം വരുന്നത്? അപ്പൊ നല്ല വൈഫ് വേണ്ടേ? നീ അങ്ങനെയാണ് സംസാരിക്കണേ. പോലും മനസ്സിലാവാത്ത ടീമാണ്. സ്കിൽ കോഴ്സുകൾ ചെയ്ത് ഡിഗ്രി പാസ്സാവാം. ക്രെഡിറ്റ്സുകൾ ഈസിയായി നേടാം. മൈ ക്രെഡിറ്റ്സ് മൈ ഫ്യൂച്ചർ. വീടിന്റെ എസ്റ്റിമേറ്റ് തുകയുടെ പകുതി തുക മാത്രം ഇപ്പോൾ നിർമ്മാണ സമയത്ത് നൽകുക. ബാക്കി പകുതി 50 മാസത്തവണകളായി അടച്ചു തീർത്താൽ മതി. അതും പലിശയൊന്നും ഇല്ലാതെ. ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡ്. നമ്മുടെ അടുത്ത ഞാൻ പറയുന്നത്, ഞാനൊരു 3 ക്ലൂ തരും. ഒരു ടീമിനോട് 3 ക്ലൂ തരും. നിങ്ങൾ ഓരോ ടീമിന് 2 പേര് നിൽക്കുക. അപ്പൊ ഞാൻ ഒരു സിനിമയെ പറ്റി 3 ക്ലൂ തരും. ഏറ്റവും ആദ്യ സിനിമ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നവർ പോലെയുള്ള മറ്റൊരു ചോദ്യം. അതുപോലെ ഒരു ഗെയിം കിട്ടി, അതിനെ 10 അതാണല്ലോ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സാധനം. ഓക്കെ, റെഡിയാണോ? പക്ഷെ ഒരു കാര്യമുണ്ട്, തോറ്റ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് സാഹസ പരിപാടികൾ ഏറ്റെടുക്കേണ്ടി. മുളക് തിന്നാന്ന് പറയുന്നത് മുളക് തിന്നാൻ മറ്റേണ്ടായിരുന്നു ജോളോ ചിപ്സ്. ഞാൻ ഓർഡർ ചെയ്താ ആർക്കെങ്കിലും കൊടുക്കാനായിട്ട്. ജോളോ ചിപ്സ് ഓരോരോ പാർട്ടിസിപ്പൻസ് ഓരോ പാർട്ടിസിപ്പൻസ് വരും. ആരാദ്യം ഉത്തരം പറയുന്നു റംസാനിലൂടെ ഫോണില് ഞാൻ തലക്കടിച്ചിരുന്നു. സാധനം എടുക്കാം. ഇതിനാണ് ഏത് വേണേലും സെലക്ട് ചെയ്യാം. എന്ത് പാവയ്ക്ക്, പാവയ്ക്ക, പച്ചമുളക്, നാരങ്ങ. അല്ല ഉപ്പാട്ട അല്ല കൽക്കണ്ട. അയ്യോ, കൽക്കണ്ട ഇതിനകത്തുള്ള ഐറ്റം അല്ല. നിങ്ങൾ കഴിക്കുമ്പോ ഒന്ന് കഴിക്കാൻ വേണ്ടി കൽക്കണ്ട. അപ്പൊ നിങ്ങൾ ഉണ്ടല്ലോ ആദ്യത്തെ ക്ലൂ. 3 ക്ലൂ ആണ്. ഉത്തരം അറിയാമെങ്കിൽ അറിയാമെന്ന് പറഞ്ഞ് പറയാം. തുടങ്ങട്ടെ. ഫസ്റ്റ് ക്ലൂ, ഒരു പിതാവിന്റെ അകത്തുള്ള സിനിമ. പിതാവിന്റെ അകത്തുള്ള സിനിമ അല്ല, ഉത്തരം പറഞ്ഞ തെറ്റിക്കഴിഞ്ഞാൽ അത് കഴിക്കേണ്ടി വരും. പറഞ്ഞ ശേഷം പറയാം. 3 കേട്ടതിന് കൃത്യമായിട്ട് പറഞ്ഞാൽ മതി. കുഴിയിലെ നാൾ വഴികൾ ക്രൈം സ്റ്റോറി. CCTV ഇല്ല, പക്ഷെ ഫുള്ള് വിഷ്വലൈസേഷൻ. ദൃശ്യം. യെസ്. കഴിച്ചോ പാവയ്ക്ക കഴിച്ചോ. ഇഷ്ടമുള്ള ഏതെങ്കിലും വെച്ചെടുത്തോ. അല്ലെങ്കിൽ നാരങ്ങ കുടിച്ചാൽ മതി. അത് 3-നകത്ത് ഏതെങ്കിലും ഇഷ്ടമുള്ളത് എടുത്തോ. ചെറിയ തിരിച്ചവിടെ വെച്ചാ അത് മാറ്റിക്കോ. അതൊന്നുമില്ല, ചുമ്മാ നക്കിയുള്ളൂ. പിന്നെ ഞാനത് വിഴുങ്ങണോ? ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് നാരങ്ങളുണ്ടായി. ഇത് ഗുളികേ. നിങ്ങൾ 2 പേരും ഉറപ്പല്ലേ? റംസാൻ വേഴ്സസ് ഹരി, BBC വേഴ്സസ് സ്റ്റേറ്റ്. അടി ഇടി ബഹളം. സാഹസം അല്ല, ഇത് ഇറങ്ങിയ പോർക്ക് പള്ളി പെരുന്നാൾ. ഞാൻ പറഞ്ഞാൽ മതി. അതാണ് ഉത്തരം. ഒരേ അല്ല, ടൈ അല്ല. അങ്കമാലി അല്ല, നീ ലാഗായിരുന്നു. അത് പക്ഷെ അങ്ങനത്തെ ലാഗ് കാര്യമില്ലല്ലോ. വേറെ ഡൽഹി ജഡ്ജ് ഷോട്ട് ഡെഡ്. മറ്റേ പടം പ്രതികാരം തലസ്ഥാനം പത്രം.
വിശ്വനാഥൻ പറയല്ലേ, GK പറയല്ലേ. വിഷ്ണു. ഇവര് കള്ളത്തരം ഡൽഹി ജഡ്ജ് ഷോട്ട് ഡെഡ്. അവിടെ പറയുന്നു വർഷ വെറും ന്യൂഡൽഹിയാണ് അതോ തലസ്ഥാനം? ന്യൂഡൽഹി ന്യൂഡൽഹി അതോ തലസ്ഥാനം? ന്യൂഡൽഹിയാണ് അല്ലല്ല പറഞ്ഞു ഒരു മിനിറ്റ് ഒന്നുമില്ല ആ വർഷത്തെ മുഖം നോക്കിയേ എന്താ ആ വർഷത്തെ മുഖം നോക്കിയേ ഒരു ക്ലോസ് വെക്കണം അതിന് വേറെ ഐഡിയ ഉണ്ട്. തലസ്ഥാനം ഏതാ പടം? സുരേഷ് ഗോപിയുടെ പടം അല്ലേ? അല്ല ഇത് മമ്മൂക്കരോട് അല്ല ഈ ന്യൂഡൽഹി ഏതാ പടം? മമ്മൂക്കരോട് ഏതായിരുന്നു കഥ? മമ്മൂക്ക തിരിച്ചു വന്ന പടം ആ ഡെന്നിസ് ജോസഫിന്റെ വീഡിയോ ഞാൻ കണ്ടോ? അതല്ല. ഇതെന്ത് ഉത്തരം പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാൻ ഇല്ല, പക്ഷെ അവിടെ ഓരോ പേര് പറഞ്ഞു. ആ, അതെ. അല്ലല്ലല്ല. വേറെ ആരും പറഞ്ഞിട്ടാണ് ഞാൻ വിശ്വസിച്ചേനെ. പക്ഷെ അതൊരിക്കലും ഇല്ല. ഇല്ല അത് ഞാൻ പറഞ്ഞില്ല. ഞാൻ അറിയണ്ടേ? വർഷക്ക് എന്തിനു ന്യൂഡൽഹി? ഓക്കെ. അപ്പൊ എന്തായാലും എടുക്കല്ലേ? ഇവിടെ റംസാൻ എന്ത് കോമ്പറ്റീറ്റീവ് ആണ്. ഞാൻ കോമ്പറ്റീറ്റീവാ കഷ്ടപ്പെട്ട് ജയിക്കുന്നല്ലേ തോറ്റത് കഷ്ടപ്പെട്ട് നിങ്ങളെല്ലാം കൂടെ എന്നെ പിടുത്തില്ല അവൻ വണ്ടിയും തള്ളിയിടും. പൊളി. വർഷയും ഞാനും അമ്മേ നെക്സ്റ്റ് ഞാനും റെഡിയാണ്. ഞാൻ ഭയങ്കര നായകൻ താന്തോന്നി തെമ്മാടി ആഭാസൻ. അയ്യേ റിയൽ സ്റ്റോറി അല്ല. മൂന്നെണ്ണം കഴിഞ്ഞിട്ടില്ല നമ്മള് ആ പറയുന്നത്. അതെ അല്ല കിട്ടിയ പറയാം. പക്ഷെ ഉത്തരം തെറ്റാണെങ്കിൽ സാധനം എടുക്കേണ്ടി വരും. പറ രണ്ടാം രണ്ടാമത്തെ ക്ലൂ 1993 നായികയുടെ പ്രതികാരം വില്ലന്റെ വലത് കൈ. കേക്കുന്നില്ല 1993 ചേച്ചിക്ക് അത് കടിക്കട്ടെ നായികയുടെ പ്രതികാരം കേട്ടോട്ടെ വില്ലന്റെ വലത് കൈ. ആ ഞാൻ പറഞ്ഞോ. പക്ഷെ തെറ്റാതെ കഴിക്കേണ്ടി വരും. മൂന്നാമത്തെ ക്ലൂ പറ. മൂന്നാമത്തെ ക്ലൂ പറയട്ടെ? മൂന്നാമത്തെ ക്ലൂ കൂടെ കേക്ക് വാര്യര് ഭാനു മുണ്ടക്കൽ സമരൻ. സൈലൻസ് അവര് പറയും നമ്മൾ കോമ്പറ്റീറ്റീവ് ആണെന്ന് ദേവാസുരം ഞാനും പറഞ്ഞു. ഞാനും പറഞ്ഞല്ലോ ദേവാസുരം. ഞാനും പറഞ്ഞു ദേവാസുരം. തുടക്കം പറഞ്ഞ ആളാ. ആരാ പറഞ്ഞേ? അതെ നാരങ്ങ കഴിക്കാൻ പറ്റൂല വേറെ പിന്നെ നാരങ്ങ വയ്ക്കാൻ പറ്റില്ല വിജയ് നാരങ്ങ എടുക്കാൻ പാടില്ല ബാക്കി എടാ ഞാൻ പാവയ്ക്കൊന്നും കഴിക്കൂല. ഞാൻ മുളകിന് ഫുൾ ചെറിയ കഷ്ണം കഴിച്ചാ പോരാ. പച്ചമുളക് കഴിക്കാൻ പോവാ സ്കൂളാണല്ലോ കുറച്ച് ഇവിടുന്ന് ഓടും നായകന്റെ കൂട്ടുകാരൻ കള്ളനും പോലീസ്. നിന്നോട് കൂടി ചേർത്തിട്ടാ ജയശ്രീയും കാർത്തി മാത്രം. ജയശ്രീ സോറി ജയശ്രീ ശിക്കാരി ശംഭു പീതാംബര സാറ് തോരപ്പൻ കുത്തുണ്ണി. പീശമാധവനോ ആ കോൺഫിഡൻസിലാണ് എല്ലാവരും തരുന്നത്. അതും ആരാ പീശമാധവൻ പാണ്ടിപ്പട മീശ ആടാ ഭാവിക്കാം. അത് കഴിക്കാൻ വേണ്ടിയാണ് തെറ്റിച്ചു പറഞ്ഞത്. എനിക്കിഷ്ടാണ്. ഇനി നിങ്ങളുടെ ടീമിന് ആരാ ഒരാൾ മത്സരിക്കുന്നത്? ഫസ്റ്റ് പോയിന്റ് ഇട്ടത് സൈജനല്ലേ? രണ്ട് മാല ഒരു ഹോട്ടൽ. അയ്യോ രണ്ട് മാല ഒരു ഹോട്ടൽ. ഞാൻ പറയട്ടെ? സെക്കൻഡ് ക്ലൂ പോട്ടെ. സെക്കൻഡ് ക്ലൂ ചെറുപഴം എന്താവില്ല.
എന്താ സഹിച്ചടാ. പറഞ്ഞു ഇവിടെ കത്തിയില്ല. രണ്ട് മാല ഒരു ഹോട്ടൽ അല്ല അങ്ങനെ ആരും റംസാനും ശബരീഷ് ചേട്ടനോട് ഓക്കെ ഇത് ഫ്രണ്ട്ലി മാച്ച് ആയിട്ട് എടുത്തത് എന്താണ് മച്ചാനെ ദൈവം? പറയാ സെക്കൻഡ് ലൂസ് അടിക്കുക. പക്ഷേ നീ കണ്ടു ഒരുമിച്ച് അതിന്റെ കൂടെ പറഞ്ഞു എന്നാ ലാസ്റ്റ് ഫൈനൽ ഒറ്റ ഞങ്ങള് വേറെയാ അല്ല ഇവര് ടൈ അല്ലായിരുന്നോ? അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവം. വർക്കി പൈലി, മൈക്കിൾ അജാസ്. Come on, man, come on. തേർഡ് ക്ലൂ Third clue. പ്രാന്തൻ കുര്യച്ചൻ. ബിഗ് ഇരുന്ന് പറഞ്ഞില്ലേ? കൺഫ്യൂഷൻ വന്നാലേ നിർത്തിയതാ. നീ എങ്ങനെ വെറുതെ കഴിക്കണ്ടല്ലോ. ഫ്രണ്ട്ലി മാച്ച് ഫ്രണ്ട്ലി ആയിട്ട് കഴിച്ചാ പാവക്കല്ലേ നാരങ്ങ മുളക് ഇഷ്ടമുള്ളത് നാരങ്ങ ഒഴിച്ച് ഇഷ്ടമുള്ള എടുത്ത് കഴിച്ചു. പാവയ്ക്ക് ഒഴിച്ച് പ്ലേറ്റ് ഒന്നുമില്ല. കൽക്കണ്ടത്തിലിട്ടേ ദൈവമേ. കരഞ്ഞുകൊണ്ടാണ് അയാൾ പോകുന്നത്. എരിവുണ്ടോ? ഈ രണ്ട് ഗെയിമിലും വിന്നർ ആയിരിക്കുന്നത് ടീം ഒരു പേര് പറഞ്ഞു. റംസാൻ എന്ന് പറഞ്ഞു അല്ല അത് വേണ്ട, 4 പേരുണ്ട് എല്ലാവരും കൂടി പറഞ്ഞു. ടീം എന്റെ ഒരു പേര് റംസാൻമാർ ടീം യക്കൂസ. എങ്ങനെയാ പറയാ? യക്കൂസ യക്കൂസ. ആ ടീം അത്. നിങ്ങൾക്കൊരു പേര് ടീം ഇത് തോൽവിയുടെ പടുകുഴിയിൽ വീണിട്ട് പോലും മന്ദാകിനി. തോറ്റിരിക്കുക. ഇത് നല്ല പേര് മന്ദാകിനി, ഐസ്നി. അല്ല ഇത് പേരിന്റെ കാര്യമില്ല തോറ്റ് ഗണേശൻ. ആരാ തോൽവിയിലും ആയിട്ടുണ്ടല്ലോ. ടീം തോറ്റാലെന്താ ടീം എന്തായി തോറ്റ് കഴിഞ്ഞിട്ടൊക്കെ പേരിടുന്നത്. ഈ പടച്ചിരിക്കും എന്താണ്? ഡയറക്ടർ പറയുന്നത് ഇത് ഫുൾ ഓൺ എന്റർടൈൻമെന്റ് പാക്കേജ് ആണ്. ഓക്കെ. ഇതിനകത്ത് എല്ലാം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത്ര വലിയ കാസ്റ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം 1 or 2 ഇമോഷനിലൂടെ കടന്നു പോകാനാണെങ്കിൽ നമുക്ക് ഒരു 3 or 4 പേരിൽ കഥ പറഞ്ഞു നിർത്താം എന്നൊരു ഇതുണ്ട്. ഇത് ഒരുപാട് കാസ്റ്റ് ഉണ്ട്. അവരിലെല്ലാവർക്കും പറയാൻ ഇഷ്ടംപോലെ കഥകളുണ്ട്. ഈ കഥകളെല്ലാം ചേർന്ന് ഒന്നിച്ചൊരു ദിവസം ഇവരെല്ലാവരും മീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ എന്ത് സംഭവിക്കുന്നു, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ സാഹസങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു ഗ്യാങ്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നമ്മുടെ മലയാളികൾ സംസാരിക്കുകയും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടൊരു അലുവ എന്ത് പേടിക്കണം? ആരും പേടിക്കണ്ട, ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ വെള്ളത്തിന് പുറത്താണ്. ഓക്കെ. അപ്പൊ ആ ടീമിന്റെ ഒരു ഒത്തുചേർന്ന് ഒരുമിച്ചൊരു പടമോ അല്ലെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവ്. ആ ടീം ഉദ്ദേശിക്കുന്നത് ആരൊക്കെയാണ്? പ്രേമം ടീം തന്നെയാണ്. പ്രേമം ടീമിൽ ഒരുപാട് പേരുണ്ട്. ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അൽഫോൺസ് ഡയറക്ട് ചെയ്യുന്നു, നിവിൻ അഭിനയിക്കുന്നു എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? ഡിപ്പെൻസ്. അല്ലെങ്കിൽ അതല്ല ഉണ്ടെങ്കിൽ ഒരു പടം വരികയാണ് പെറ്റ് ടീം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആലുവയിലുള്ള അൽഫോൺസ് ഉണ്ട്. അതിന്റെ നിവിൻ മാത്രമാണ് ഇല്ലാത്തത്. അവൻ ഷെയർ ചെയ്ത് അവനും ഉണ്ടാവും ഈ കണ്ടന്റ് എല്ലാം. അതല്ലാണ്ട് നിവിൻ നായകനായി അൽഫോൺസ് ഡയറക്ട് ചെയ്യുന്ന പടത്തിന്റെ ചർച്ചകൾ നടക്കാൻ അധികം വൈകാണ്ട് തന്നെ അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിവിൻ പോളി പറയുന്നതായിരിക്കും. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ അൽഫോൺസ് സൂത്രം പറയുന്ന അവനെ തെറി വിളിച്ചത് ഞാൻ എടുത്ത് കൊട്ടേഷൻ പറയുന്നു. എന്തായാലും ഉണ്ടാവും, അധികം വൈകാണ്ട് തന്നെ ഉണ്ടാവും. അതിന്റെ മണിപ്പുരയിലാണ്. ഇനി നമുക്കൊരു ഫൈനൽ റൗണ്ടിലൂടെ പോയിട്ട് നമുക്കിത് കോമ്പറ്റീഷൻ അത് ഇവർക്ക് ജയിക്കാൻ വേണ്ടിട്ട് ഇവർക്ക് പ്രിഫറൻസ് തോറ്റിട്ടുണ്ട്. അങ്ങനെ നോക്കണ്ട. ഇതേവരെ മനസ്സിലായില്ല, ഞങ്ങള് ഭയങ്കര വിശാല മനസ്കരാണ്. തോറ്റു ഇങ്ങനെ കിടന്ന്. ഞാനൊരു ടോപ്പിക് തരാം. അതില് നിങ്ങൾക്ക് 2 ഒപ്പീനിയൻ ഉണ്ടാവാം. അത് നിങ്ങൾ 2 രീതിയിൽ അത് സംസാരിച്ചാൽ മതി. അത് വേണോ? അത് വേണം. കുറച്ച് ഡേഞ്ചർ ആയിരിക്കും. അല്ല, സിമ്പിൾ ആണ്. നമുക്ക് അങ്ങനെ. എനിക്കൊരു കാര്യമുണ്ട് അല്ല, ടോപ്പിക് ഈ പരിപാടിയെ കുറിച്ച് 2 ഒപ്പീനിയൻ.
ഓക്കെ ഈ പരിപാടി എല്ലാം ഞാൻ കഴിച്ചിട്ട് പറയാം. അതിലും മോശം ഈ പരിപാടി ഇവനെ പിടിച്ച് പുറത്താക്കണം എന്നുള്ള അഭിപ്രായം. നമുക്ക് ടോപ്പിക് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ വിവാഹം വിവാഹം എന്ന് പറയുന്നത് സാഹസമാണോ അല്ലയോ? വിവാഹം എന്ന് പറയുന്നത് സാഹസവുമാണ് അല്ലയുമാണ്. അതെനിക്ക് ഇഷ്ടപ്പെടും. വിവാഹം കഴിക്കുന്ന ആളെ പോലെ ഇരിക്കും, നമ്മൾ കഴിക്കുന്ന ആളെ പോലെ ഇരിക്കും. നമ്മളല്ല. നമ്മളെ കാര്യമല്ലേ പറയാം. ഓക്കെ വിവാഹം ആരെയാണ് കല്യാണം കഴിക്കുന്നത് സാഹസമായി മാറരുത്. അതെ, അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. വിവാഹം എന്നുള്ളത് സാഹസമാണ്, വിവാഹം ചെയ്യരുത്, സാഹസമാവരുത്. സാഹസമാവരുത്. ഇതിന് രണ്ട് ഒപ്പീനിയൻ ഇല്ല, ഇത് തന്നെ. അല്ല ചേട്ടൻ തന്നെ സംസാരിച്ചു. ഞാൻ പറയാം, വിവാഹം സാഹസമൊന്നുമല്ല, സൊല്യൂഷനുള്ളൊന്നും സാഹസമല്ല. ഡിവോഴ്സ് ചെയ്യാലോ, പിന്നെന്തിനാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്? കറക്റ്റ്, വിവാഹം സാഹസമല്ല. ഇപ്പോഴും സാഹസം ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. അല്ല കറക്റ്റാ പറഞ്ഞോ? നാണമില്ലാത്തവന്മാരെ റംസാന്റെ അഭിപ്രായം എന്താ? അല്ല എന്റെ അഭിപ്രായത്തിൽ കല്യാണം കഴിക്കരുത്. വൈ? ഇല്ലല്ല ചുമ്മാ എന്റെ അഭിപ്രായത്തിൽ ഇവൻ കല്യാണം കഴിക്കുന്നത്. ഇല്ല, അത് ഓരോരുത്തരുടെ തീരുമാനങ്ങളാണല്ലോ. അപ്പൊ നമ്മൾ ഫോഴ്സ്ഫുള്ളി ആരുടെയും വാക്കിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു പ്രഷറിലോ അല്ലെങ്കിൽ വേറൊരു പെട്ടെന്ന് എടുക്കുന്ന തീരുമാനത്തിലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. കാരണം വേറെ നമ്മുടെ പാർട്ട്ണറിനെ കൂടി നമ്മളൊരു സിറ്റുവേഷനിലേക്ക് വലിച്ചെടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അയ്യേ കൊണാപ്പം. അല്ല എനിക്ക് തോന്നുന്നു കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ അതുണ്ടെങ്കിൽ തന്നെ അത് സാഹസമാണ്. അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ ഓൾറെഡി അല്ല അത് അങ്ങനെയല്ല. വിവാഹം കഴിക്കുന്നത് ഒരു സാഹസമാണോന്ന് ചോദിക്കുമ്പം ഈ ഒരു Let's talk about the bloody അല്ല പിന്നെ എനിക്ക് തോന്നുന്നു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എപ്പോഴും എന്താ പറയാ, ഞാൻ എവിടേക്കോ വായിച്ചിട്ടുണ്ട്, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ എന്നാലും ഞാൻ കേട്ടിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ചില ദിവസം വൺ പാർട്ട്ണർ വിൽ ബി 80% അല്ലെങ്കിൽ 20%. അപ്പൊ അതിന്റെ ഒരു ബാലൻസ് ഉണ്ടാവണം. അപ്പൊ അതുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് പീസ്ഫുൾ ആയിട്ട് തന്നെ ഒരു മാരീഡ് ലൈഫ് ആയിട്ട് തന്നെ പോവാൻ പറ്റും. വിവാഹം സാഹസമല്ല, നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആവാണ്ടിരുന്ന കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് നിൽക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഇമോഷൻ വേണമല്ലോ. എന്തൊക്കെ വലിയ കാര്യങ്ങൾ. ഇല്ല അതിനെ മാരീഡ് ആണോ? അല്ല അവിടെ അഭിപ്രായം പറഞ്ഞു, അവിടെ ഒന്നും കുഴപ്പമില്ല. അല്ല അതിന് ചോയ്സ് ആയിട്ട് കണ്ടാൽ നമുക്ക് വിവാഹം കഴിക്കാതിരിക്കാനുള്ള ചോയ്സ് ഉള്ള പോലെ തന്നെ വിവാഹം കഴിക്കാനുള്ള ചോയ്സും ഉണ്ട്. റൈറ്റ് ചോയ്സ് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഇതിനനുസരിച്ച് എടുത്താൽ മാത്രം മതി. അതിനത്ര പേടിക്കേണ്ട കാര്യമില്ല. അത് കഴിക്കാതിരിക്കുന്നതുകൊണ്ട് നഷ്ടപ്പെടാനുമില്ല. വിവാഹം മീൻസ് സാഹസമാണെന്നുള്ളത് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. സാഹസമാവരുത്. അത് ഹാപ്പി ആയിട്ട് രണ്ടുപേരും നമ്മളൊരു ഇതിൽ പോകാൻ പറ്റുമെങ്കിൽ മാത്രമേ അതിലേക്ക് എടുത്തേക്കാൻ പാടുള്ളൂ. പിന്നെ അതൊരു നിർബന്ധമുള്ള കാര്യമല്ല. ഇല്ലില്ല, വിവാഹം സാഹസമല്ല. അവിടെ തന്നെ അതല്ല, ഓൻ വേറെ എന്താ പറഞ്ഞ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അവന് പറഞ്ഞു കൊടുത്തു, വിവാഹം ഒരിക്കലും, അതായത് ഇന്നത്തെ കാലത്ത് നമുക്ക് നോക്കുമ്പോ ഇങ്ങനെ കൊറേ സാഹസമായിട്ട് തോന്നുന്നുണ്ട്. എന്ത് വേണമെന്ന് അല്ല, അത് തന്നെ സാഹസം ആവരുത് വിവാഹം. എല്ലാവർക്കും ഉപദേശമാണ്. അല്ല ആഗ്രഹം എല്ലാവർക്കും ആവരുത് എന്നാണ്, പക്ഷെ അതിനൊരു ഇതാ പറയേണ്ടത്. അത് ഞങ്ങൾ അങ്ങനെ പറയണമെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്ത് വൃത്തികെട്ട ആവരുതെന്നാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം, പക്ഷെ അവര് അതിനെ പറ്റി ഒരു പോയിന്റ് പറയണം. വർഷയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ലൈഫിലെ വർഷം
മാരേജ് കഴിഞ്ഞിട്ട് പിന്നെ വർഷയ്ക്ക് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ലൈഫിൽ കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ നടക്കുകയും അല്ലെ സപ്പോർട്ട് ചെയ്തൊരു ഹസ്ബൻഡ് കിട്ടുകയാണ് ചെയ്തത്. എല്ലാവരും ലൈഫിൽ അത് ആവണമെന്നില്ല. അല്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിലോ എങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നല്ലൊരു ഹസ്ബൻഡ് വരികയാണ്, ഈ പറഞ്ഞ സപ്പോർട്ട് ചെയ്യാണ്, കരിയർ കുറച്ചുകൂടി ഇപ്പോൾ ഉള്ളതിനേക്കാൾ ബെറ്റർ ആയിട്ട് വർഷം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് കല്യാണം എന്ന് പറയുമ്പോ നിങ്ങൾ മറ്റേ നല്ല ഹസ്ബൻഡ് മാത്രം വരുന്ന, അപ്പൊ നല്ല വൈഫ് വേണ്ടേ? അപ്പൊ നീ അങ്ങനെയാണ് സംസാരിക്കണേ? ഓക്കെ. അപ്പൊ എന്താ അതുപോലും മനസ്സിലാവാത്ത ടീമാണ്. അങ്ങനെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ അപ്പൊ വിവാഹം ഓക്കെ അല്ലേ? തീർച്ചയായിട്ടും. ഈ വർഷം നീ ഇത് എവിടെയെങ്കിലും അതെ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് വെറും വർഷമായത്. അതെ, ഞാൻ പറഞ്ഞത് അല്ലേ, നല്ലതാണെങ്കിൽ ചെയ്യാ, നല്ലതല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. കല്യാണം പക്ഷെ എങ്ങനെ അറിയാം നല്ലതാണോ ചീത്തയാണോ? ജീവിച്ചാലേ അറിയുള്ളൂ ഗൗരി, അത്ര പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതാ ചോദിച്ചത്, അപ്പൊ ഒരു സാഹസമല്ലേ അത്? അഡ്വൈസ് അപ്പൊ അതൊരു സാഹസമല്ലേ? എനിക്ക് അല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ എന്റെ അനുഭവത്തിൽ എന്താന്ന് വെച്ചാൽ ഞങ്ങളൊരു 1.5 വർഷം ലിവിങ് ടുഗദർ ആയതിനു ശേഷം വേറെ റിലേഷൻഷിപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഞങ്ങൾ ഒരു ഇതിൽ താമസിക്കുന്നത് ഞങ്ങൾ പാരന്റ്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അവളുടെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നോക്കിയേ, കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ എന്തായാലും നമ്മൾ താമസിക്കുന്നു. അപ്പൊ ശങ്കർ വിസ കിട്ടാൻ എളുപ്പമായതുകൊണ്ട് അങ്ങോട്ട് ഒപ്പിട്ടേക്കാം. അപ്പൊ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഞാനൊരു വിശ്വാസിയല്ല, മതപരമായിട്ടുള്ള ഒരു ചടങ്ങും എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് പണ്ടുതൊട്ടേ ഞാൻ വീട്ടുകാരടുത്ത് പറഞ്ഞു. അത് അവളുടെ വീട്ടുകാരടുത്ത് പറഞ്ഞു. അവൾക്കും ഓക്കെയാണ്, അവളുടെ വീട്ടുകാർക്കും എന്റെ വീട്ടുകാർക്കും ഓക്കെയാണ്. അതുകൊണ്ട് മാത്രം പോയി സൈൻ മാത്രം ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. നമ്മള് എന്തായാലും ഞങ്ങൾ കല്യാണത്തിന്റെ ദിവസം ഞങ്ങള് രാവിലെ വീട്ടിൽ നിന്ന് രണ്ടുപേരും എഴുന്നേറ്റ് പോയി അവിടെ പോയി ഒപ്പിട്ട് തിരിച്ചു പോന്നു. അത്രയും അല്ലാണ്ട് അത് ഓക്കെ. നമ്മൾ എന്തായാലും ഇത്രയും കാലം ഒരുമിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെയും ഇവിടെയുമായിട്ട് ഒരുപാട് കാലം നിന്നു. പിന്നെ ഒരു വീട്ടിൽ തന്നെ ഒരുപാട് കാലം, ഒരു 1.5-2 വർഷത്തോളം ഒരു വീട്ടിൽ തന്നെ താമസിച്ചു. എന്നാ പിന്നെ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ എളുപ്പമാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഒപ്പിട്ടേക്കാം. കാരണം ഞാൻ അങ്ങനെ ഒരു കല്യാണം കഴിച്ച ആളല്ല. പറഞ്ഞാൽ താലി കെട്ടുകയോ അങ്ങനെ ചടങ്ങുകളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. ഒപ്പിടുക എന്നുള്ള ഒരു നിയമപരമായിട്ടുള്ള ഇത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പിന്നെ എന്റെ കൂട്ടുകാർക്കൊക്കെ വയറ് നിറച്ചു ഫുഡ് കൊടുക്കാനും ചെയ്യാനും ഒക്കെ വേണ്ടിട്ട് ഒരു പാർട്ടി എന്തെങ്കിലും ഒരു ആഘോഷത്തിന് ഒരു കാരണം. ഈ സിനിമകൾ, ഈ സെലിബ്രേഷൻ ടൈമിൽ ഇറങ്ങുന്ന സിനിമകൾക്ക് കുറച്ചുകൂടി പ്രതീക്ഷയുണ്ട്. കാരണം ആ ടൈമിൽ ആള് കയറും എന്നൊക്കെ ഉള്ളൊരു അതിന്റെ ഒരു പാറ്റേണിലാണ് നിങ്ങൾ ആ ഓണം സോങ് ആദ്യം കൊണ്ടൊന്ന് ഇംപ്ലിമെന്റ് ചെയ്തത്. അങ്ങനെ ഒരു ഓണത്തിന്റെ സാധ്യത നിങ്ങളെ യൂസ് ചെയ്യാൻ കാര്യം പടത്തിന്റെ ഇൻവോൾവ് ഉള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും. ഇതും നമ്മുടെ വിംചേട്ടനും സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ അതിന്റെ ഒരു എലമെന്റ് ആയിട്ട് ഓണം കിടപ്പുണ്ട്. അപ്പോൾ അതിലുള്ളൊരു വലിയ സാധ്യതയായിരുന്നു ഒരു ഓണം സോങ്. ഒരു നമുക്ക് ഈ പറയുന്ന പോലെ പണ്ടത്തെ കുറേ പാട്ടുകൾ ഇപ്പോഴും റിപ്പീറ്റേറ്റീവ് ആയിട്ട് ആളുകൾ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും എന്തൊരു പ്രോഗ്രാമിനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ചേഞ്ച് ആയിട്ട് ഓണത്തിന് ഡാൻസ് കളിക്കാൻ പറ്റിയ, ഓണത്തിന് തകർക്കാൻ പറ്റിയ സോങ് എന്നുള്ള രീതിയിൽ അവർ ഓൾറെഡി പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ് ഓണം സോങ്. അപ്പൊ ഏകദേശം നമുക്ക് വൈൻഡപ്പിനുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരൊറ്റ ചോദ്യം കൂടി ഓരോരുത്തരോട്. ലൈഫിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സാഹസം എന്താ? ഫ്രഷ് ആണെന്ന് എനിക്കറിയാം. ഫ്രഷ് ലൈഫിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സാഹസം ഇപ്പൊ ഇവിടെ വന്നിരുന്ന് എന്ന് മാത്രം പറയരുത്. അത് പറയരുത്. ഓക്കെ താങ്ക് യു. ഒരുപാട് സാഹസങ്ങൾ ചെയ്തിട്ടുണ്ട് ലൈഫിൽ ചെയ്തിട്ടുള്ള. അതായത് പോലീസ് കേസ് ആവുന്നവരെയുള്ള സാഹസങ്ങൾ ചെയ്തിട്ടുണ്ട്, ആയിട്ടുമുണ്ട്. അത് പുറത്ത് പറയാൻ പറ്റില്ല ക്യാമറയുടെ മുമ്പിൽ വെച്ചിട്ട്. ഓക്കെ, അത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. എന്റെ കേസ് കഴിഞ്ഞ ആഴ്ച തീർന്നു. അതൊരു സാഹസമായിരുന്നു. എന്ത് ചെയ്യാം, നീ അടുത്ത ആളെടുത്ത് ചോദിക്കും. എന്റെ മുഖത്തേക്ക് ഞാനായിട്ട് ഉത്തരവൊക്കെ പറഞ്ഞു ഒരു വട്ടക്കൂടി. എടുത്തിട്ടുള്ള ഒരു സാഹസം? എടുത്ത സാഹസമല്ല, സാഹസമായിപ്പോയതാ. 5ാം ക്ലാസ്സിൽ ഞാൻ ഒരു ഞായറാഴ്ച 5ാം ക്ലാസ്സിൽ ഞാൻ ഒരു ഞായറാഴ്ച ദിവസം ഒറ്റയ്ക്ക് ബാലരമ വാങ്ങാൻ പോയി. അപ്പോഴേക്കും അപ്പുറത്തെ ഷാപ്പിൽ നിന്ന് ഒരു പട്ടി ഒരു 10 സെക്കൻഡ് ഞാനുമായിട്ടൊരു ഐ കോണ്ടാക്ട് ഇട്ടു. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മ. പട്ടിയെ വളയ്ക്കാൻ നോക്കി. അല്ല, അത് അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുക. അപ്പൊ ഇത് ഇങ്ങോട്ട് ഓടി വരുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാനൊന്ന് ഐ കോണ്ടാക്ട്. പിന്നെ കാലിലധികം കണ്ടില്ലാത്തോണ്ട് കുറച്ച് ചെറിയൊരു പാനിക്കാണ്. പിന്നെ ഞാൻ ബാലരമ വാങ്ങാൻ പോയിട്ട്. Anyway, thank you so much. Thank you.